വീട്ടിൽ ഏതെല്ലാം ജീവികളെ വളർത്താം, ഏതെല്ലാം ജീവികളെ വളർത്താൻ പാടില്ല, വളർത്താണെങ്കിൽ അതിനോടുള്ള നിയമങ്ങൾ നിബന്ധനകൾ എന്ത്, ഈ കാര്യത്തിലൊക്കെ പല സംശയങ്ങളും ഉണ്ട്. എല്ലാ ജീവികളെയും വീട്ടിൽ വളർത്താൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ പല ജീവികളെയും വീട്ടിൽ വളർത്താറുണ്ട്. കോഴികളെ വളർത്താറില്ലേ? കോഴി ഉൾപ്പെടെ പലതരത്തിലുള്ള പക്ഷികളെയും താറാവും തത്തയുമൊക്കെയായി നല്ല കിളികളെ വീട്ടിൽ കൂട്ടിൽ വളർത്താറുണ്ട്. അതുപോലെ നല്ല സൗന്ദര്യ മത്സ്യങ്ങളെ വീട്ടിൽ വളർത്താറുണ്ട്. പലരും പൂച്ചയെ, പലരും മുയലിനെ, കാലികളെ, ആടുൾപ്പെടെ പശു ഉൾപ്പെടെയുള്ള കാലികളെയൊക്കെ വീട്ടിൽ വളർത്താറുണ്ട്. അതിന് വിരോധമൊന്നും ഇല്ല. എന്നാൽ വീട്ടിൽ വളർത്താൻ പാടില്ലാത്ത ചില ജീവികളുണ്ട്. യാതൊരു ഉപകാരവുമില്ലാത്ത ജീവികളെ വീട്ടിൽ വളർത്താൻ പാടില്ല. മഹാന്മാരായ ഉലമാക്കൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപകാരമില്ലാത്ത ജീവികളെ വീട്ടിൽ വളർത്താൻ പാടില്ല. മനുഷ്യനോട് ഒരു തരത്തിലും ഇണങ്ങാത്ത ജീവികളെയും, മൊത്തത്തിൽ മനുഷ്യരോട് ഇണങ്ങാത്ത ജീവികളെയും വീട്ടിൽ വളർത്താൻ, ഏതെങ്കിലും ഒരു ജീവി ഇണങ്ങി എന്നതുകൊണ്ട് ആ ജീവിയെ വളർത്താന്ന് വിചാരിക്കരുത്. ഉദാഹരണം സിംഹം മൊത്തത്തിൽ മനുഷ്യനോട് ഇണങ്ങുന്ന ജീവിയാണോ, ഇണങ്ങാത്ത ജീവിയാണോ? ഒന്ന് പറഞ്ഞേക്ക്. ഇണങ്ങാത്ത ജീവിയാണ്. ഇനി ഏതോ ഒരു സിംഹം ഇണങ്ങി എന്നതുകൊണ്ട് അതിനെ വളർത്താൻ വിരോധമില്ല എന്നാണോ? അല്ല, പാടില്ല. പരുന്ത് മൊത്തത്തിൽ മനുഷ്യനോട് ഇണങ്ങുന്ന ജീവിയാണോ, ഇണങ്ങാത്ത ജീവിയാണോ? പരുന്ത് മൊത്തത്തിൽ മനുഷ്യനോട് ഇണങ്ങാത്ത ജീവിയാണ്. എന്നാൽ പരുന്തിനെ വളർത്തുന്നവരുണ്ട്. അപൂർവം ചില പരുന്ത് അങ്ങനെ ഇണങ്ങി എന്ന് കരുതി അതിനെ വളർത്താമെന്ന് വിചാരിക്കാൻ പാടില്ല. പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയാൽ അസദോ സിംഹം അനുവദനീയമല്ല, വന്യമീറോ പുലി പുള്ളിപ്പുലി വളർത്തൽ അനുവദനീയമല്ല, വല്ലബഴോ ഉടുമ്പിനെ വളർത്തരുത്, വസ്സുഅബാൻ പാമ്പിനെ ഇണങ്ങിയാലും വീട്ടിൽ വളർത്താൻ പാടില്ലാത്തതാണ്, വല്ലഖറബു തേളിനെ വളർത്തരുത്, വൽഖുറാബ് കാക്കയെ വളർത്താൻ പാടില്ല. നമ്മൾ പ്രാവുകളെയൊക്കെ വീട്ടിൽ വളർത്തും. അതുപോലെ ഇനി ഒരു കാക്കാണ്ട് ഇണങ്ങിന്ന് വിചാരിക്കുക, എന്നാലും കാക്കയെ വീട്ടിൽ വളർത്താൻ പാടില്ല. വദ്ദിബു ചെന്നായ ലിഅന്നഹു ലാ മൻഫഅത ഫീഹാ ഖദ് യുഅദ്ദി ഇലാ ലറരിൻ അളീം. എന്തേ അതിൻ്റെ കാരണം? ചിലപ്പോൾ അതുകൊണ്ട് വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകും, അത് വലിയ നാശത്തിലേക്ക് ചെന്നെത്താൻ കാരണമാകും. വൽ കൽബു നിരുപാധികം നായയെയും വളർത്താൻ പാടില്ല. നായയെയും നിരുപാധികം വളർത്താൻ പാടില്ല. എന്നാൽ നായയെ കൊണ്ട് വലിയ ഉപകാരമുണ്ടെങ്കിൽ നിബന്ധനകളോടുകൂടി എന്ത് ചെയ്യാം? വളർത്താൻ വിരോധമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ലെങ്കിൽ നായയെ വീട്ടിൽ വളർത്തിയാൽ വലിയ ദാരിദ്ര്യത്തിനും റഹ്മത്തിൻ്റെ മലക്കുകൾ അകന്നു പോകാനും അത് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ ഒരു സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യുക? നായയെ വളർത്തുക. അല്ലെങ്കിൽ ഒരു പ്രൗഢിക്ക് വേണ്ടി എന്ത് ചെയ്യുക? നായയെ വളർത്തുക. അതൊരു മുസ്ലിമിന് ചേർന്ന പണിയാണോ? അല്ല. ചില അറബികളുടെ വീട്ടിലൊക്കെ പൂച്ചയെ വളർത്തുന്ന അതിനേക്കാൾ വലിയ ലാഘവത്തിൽ എന്ത് ചെയ്യാറുണ്ട്? 4ഉം 5ഉം നായകളെയൊക്കെ വളർത്തുന്നവരുണ്ട്. സത്യമാണത്, ഹക്കാണ്. അവരുടെ മദ്ഹബിൽ, മാലിക്കി മദ്ഹബ് അനുസരിച്ച് നായ നജസല്ല, തഹൂറാണ്, അവർക്ക് തൊട്ടാൽ കുഴപ്പമൊന്നും ഇല്ല. ആ അടിസ്ഥാനത്തിൽ അവരങ്ങനെ ചെയ്യുന്നു. ഏതായാലും ഒരു ഉപകാരവുമില്ലാത്ത വിധത്തിൽ നായയെ വളർത്താൻ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മനിഖതനാ കൽബൻ ലൈസ ബികൽബി സ്വൈദിൻ വലാ മാഷിയത്തിൻ വലാ വലിഅർളിൻ ഫഇന്നഹു യൻഖുസു മിൻ അജ്രിഹി ഖിറാത്വാനി കുല്ല യൗം. ശ്രദ്ധിക്കണം. ഹബീബ് പറയുകയാണ്, മനിഖതന ഒരാൾ തൻ്റെ വീട്ടിൽ വളർത്തിയ കൽബൻ, കൽബ് പറഞ്ഞാൽ നായെ വീട്ടിൽ വളർത്തി, ലൈസ ബി കൽബി സ്വൈദിൻ
അത് വേട്ടയാടാനായി ഉപയോഗിക്കുന്ന നായയൊന്നും അല്ല. പരിശീലിപ്പിച്ച പഠിപ്പിച്ച നായയെ കൊണ്ട് വേട്ടയാടിക്കാം, അതിന് വിരോധം ഇല്ല. ആ നായ പിടിച്ച ജീവിയെ ഭക്ഷിക്കുന്നതിനും വിരോധം. അത് ഇൽമിൻ്റെ ഒരു മഹത്താൻ. നായക്ക് ആ നിലയിൽ അറിവ് പരിശീലനം നൽകിക്കഴിഞ്ഞാൽ ആ നായക്കൊരു പ്രാധാന്യമുണ്ട് എന്നർത്ഥം. അതിനു വേണ്ടിയാവാം, വിരോധമല്ല. വലാമാഷിയ, പിന്നെയോ വീട്ടിൽ ചില സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്. കള്ളന്മാർ വരുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്യാമറയും സംവിധാനവും സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇനി അങ്ങനെ അതുപോരാ, അവർ വരുന്നത് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ അറിയണം. അതിനിപ്പോൾ നായയെ വളർത്തല്ലാതെ നിർവാഹമല്ല. ശത്രുക്കളോ കള്ളന്മാരോ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ സംരക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യാം? ഏയ് ആരാ ഉറങ്ങുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? സംരക്ഷണത്തിന് വേണ്ടി എന്താവാം? നായ വളർത്താം. വലിയറലിനല്ലെങ്കിൽ കൃഷിയുണ്ട്. കൃഷിയിൽ പല മൃഗങ്ങളും വരും, പല നിലക്കുള്ള കള്ളന്മാരൊന്ന് നശിപ്പിക്കും. അപ്പോൾ അതിനെ സംരക്ഷിക്കണമെങ്കിൽ അവിടെ ഒരു നായ ഉണ്ടെങ്കിൽ നടക്കുമെങ്കിൽ വിരോധമില്ല. ഇതൊന്നുമില്ല എന്ന് വിചാരിക്കുക. പിന്നെ വെറുതെ ഒരു പ്രൗഢിക്ക് വേണ്ടി ഓലെ വീട്ടിൽ നായൊക്കെ ഉണ്ട് എന്നുള്ളൊരു പേര്. പണ്ട് കാലത്ത് വീട്ടിൽ ആന ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ തറവാട്ടുകാരുടെ ഒരു അഭിമാനത്തിൻ്റെ ചിഹ്നമായിരുന്നു. വീട്ടിൻ്റെ മുന്നിൽ തന്നെ ആന ഇല്ലേ? അങ്ങനെ ഒരു കാലമില്ലായിരുന്നോ? എന്നതുപോലെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ആളുകളെ കാണുമ്പോഴത്തേക്ക് കുരക്കുന്ന ഒരു പ്രൗഢിയുള്ള നായ, അതൊരു പ്രൗഢിയും അഭിമാനവുമായി കാണുക. വേറെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നുമില്ല. എന്നാൽ ഫൈന്നഹു യൻഖുസു മിൻ അജ്രിഹി ഖിറാത്വാനി കുല്ല യൗം, എല്ലാ ഓരോ ദിവസവും അവൻ്റെ പ്രതിഫലത്തിൽ നിന്ന് വലിയ 2 അളവങ്ങ് ചുരുങ്ങിപ്പോകുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശ്രദ്ധിക്കണമെന്നർത്ഥം. അള്ളാഹു കൂലിയെ ചുരുക്കുന്ന, ബറക്കത്ത് നഷ്ടപ്പെടുന്ന സകല കാര്യങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ പൂച്ചനെ വളർത്തിക്കൂടെ? ഇപ്പം എന്തേ നമ്മൾ പറഞ്ഞത്? പല വീട്ടിലും പൂച്ചകളുണ്ടാവും. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. പൂച്ച നജസ്സാണോ? ആണോ? പൂച്ച നജസ് അല്ല. എന്നാൽ പൂച്ചയിൽ നിന്ന് പിരിഞ്ഞ രോമങ്ങളോ? പൂച്ചയിൽ നിന്ന് പിരിഞ്ഞ രോമങ്ങൾക്ക് പൂച്ച ചത്താലുള്ള ഹുക്കുമെന്താണോ അതേ ഹുക്കുമാണ്. മനസ്സിലായോ? പൂച്ച ചത്താൽ നജസല്ലേ? ആണ്. അതേ ഹുക്കുമാണ്. പൂച്ചയുടെ തടയിൽ നിന്ന് പിരിഞ്ഞ രോമങ്ങൾക്ക് അതേ ഹുക്കുമാണ്. അള്ളാഹു നജസിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഏതാ ശ്രദ്ധിക്ക്. പൂച്ചയെ വളർത്താം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതെന്താ? നബി ഖതാദത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഫിൽ ഹിറ, പൂച്ചയുടെ കാര്യത്തിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്. അന്നഹാ ലൈസത് ബിനജസിൻ, അന്നഹാ ലൈസത് ബിനജസിൻ, അതു നജസല്ല. ഇന്നമാ ഹിയ മിനത് തവാഫീന അലൈക്കും വത്തവാഫാസ്, അത് വീട്ടിലിങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കറങ്ങി നടക്കുന്നൊരു ജീവിയാണ്. അത് നജസൊന്നും അല്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ആയിഷാ ബീവിക്ക് വേണ്ടിയിട്ടൊരു ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് വെച്ചു. ആ സമയത്ത് ആയിഷാ ബീവി നിസ്കരിക്കായിരുന്നു. കൊണ്ടുവന്ന് വെച്ചവരാണ്ട് പോയപ്പോൾ പൂച്ച വന്നിട്ട് എന്ത് ചെയ്തു? അതിൽ നിന്ന്, പൂച്ചക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, പൂച്ചൻ്റെ ഒരു വിചാരം അത് കണ്ണുകൊണ്ട് ചിമ്പിയാൽ പിന്നെ അതിനെ വേറെ ആരും കാണൂല എന്നാണ്. അത് മീൻ തിന്നുകയാണെങ്കിലും അത് പാൽ കുടിക്കുകയാണെങ്കിലും കണ്ണും ബീറ്റാണ്. അങ്ങനെ വിചാരമുള്ള ചില ആളുകളുണ്ട്. ഞാനെൻ്റെ കണ്ണിമ്പിയാൽ പിന്നെ ഇന്നാരും കാണൂല എന്നുള്ള വിചാരം. അള്ളാഹു കാക്കട്ടെ. പൂച്ചൻ്റെ ഒരു ധാരണ അങ്ങനെയാണ്. ഞാൻ കണ്ണിമ്പിയാൽ മതി, ഇന്നാ എന്നാരും. നിങ്ങളിപ്പോൾ കണ്ണിമ്പിരിക്കുകയാണോ? അപ്പോൾ ആയിഷാ ബീവി റളിയല്ലാഹു എന്ത് ചെയ്തു? പൂച്ച കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിച്ചു. നബി ദാവൂദ് ഇബ്നു സാലിഹ് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, മഹാനായ സാലിഹ് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ഉമ്മ എന്ത് ചെയ്തെന്നറിയോ? അന്ന മൗലാതഹാ അർസലത്ഹാ ബിഹരീസത്തിൻ ഇലാ ആയിഷ റളിയല്ലാഹു അൻഹാ. എൻ്റെ ഉമ്മയുടെ അടിമ സ്ത്രീയെ ഒരിക്കൽ ഹരീസയുണ്ടാക്കിയിട്ട് ആയിഷാ ബീവിക്ക് കൊടുത്തയച്ചു. ഹരീസറിയില്ലേ?
ഹരീസ് ഉണ്ടാക്കിയിട്ട് സന്തോഷത്തോടെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊടുക്കുമല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും അടുത്താണ് പെങ്ങളുള്ളത്, അല്ലെ അഞ്ചത്തിയുള്ളത്, അല്ലെ ജ്യേഷ്ഠത്തിയുള്ളത്, അല്ലെ ജ്യേഷ്ഠനുള്ളത്, മുത്തച്ചിയുള്ളത്, നാത്തൂനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. അവർ ചിലപ്പോൾ അതൊക്കെ സ്നേഹബന്ധങ്ങൾ ഊട്ടി ഉറക്കപ്പെടാനൊരു കാരണമാണ്. അതൊക്കെ ശ്രദ്ധിക്കും വേണം. അതിലൊക്കെ ഭയങ്കര പറക്കത്വമാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ നന്മകൾ പഴയ കാലത്ത് ഇന്നത്തേക്കാൾ കൂടുതലായിരുന്നു. ഇന്നത്തേക്കാൾ അതൊക്കെ പഴയ കാലത്ത് ഒന്നുകൂടെ കൂടുതലായിരുന്നു. അതിലൊക്കെ വലിയ പറക്കത്തുണ്ടാകും. നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാവാൻ ആ നിലയിലുള്ള ഹദിയകളെ നിങ്ങൾ പരിഗണിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവനാൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ എന്നർത്ഥം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാകുമ്പോൾ അടുത്തുള്ള അയൽവാസികൾ, കുടുംബങ്ങൾ, അവർക്കൊക്കെ ഒരല്പം. അതുകൊണ്ട് തീരുന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യൂല, തീരൂല. നമുക്ക് വേണ്ടത് ബറക്കത്താണ്. നമുക്കുണ്ടാവേണ്ടത് ബറക്കത്താണ്. ബറക്കത്തുണ്ടായിക്കഴിഞ്ഞാൽ മതിയാവും. നമുക്കതുകൊണ്ട് സംതൃപ്തി കിട്ടും. അല്ലാതെ കുന്നോളുണ്ടായിട്ടും കാര്യമല്ല, അനുഭവിക്കാൻ കഴിയൂല. അതുകൊണ്ടൊരു സംതൃപ്തിയൊട്ട് കിട്ടൂല. അള്ളാഹു നമുക്ക് തന്നതിലൊക്കെയും ബറക്കത്ത് ചൊരിയട്ടെ. അള്ളാഹുവിന് നമുക്ക് തരുന്നതിലും ബറക്കത്ത് ചൊരിയട്ടെ. ആ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകുന്ന വാക്കുകളെ തൊട്ട് പ്രവർത്തനങ്ങളെ തൊട്ട് പടച്ച റബ്ബ് പരിപൂർണ കാവൽ നമുക്കൊക്കെയും നൽകട്ടെ. ഏതായാലും സ്വാലിഹ് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മ ഒരിക്കൽ വീട്ടിൽ ഹരീസ ഉണ്ടാക്കിയപ്പോൾ അല്പം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തയച്ചു. വീട്ടിലുള്ള അടിമ സ്ത്രീയാണത് കൊണ്ടുപോയത്. ആയിഷ ബീവിയുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആയിഷ ബീവി നിസ്കരിക്കാൻ. ആയിഷ ബീവി നിസ്കാരത്തിലാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി. പക്ഷെ ആയിഷ ബീവിക്ക് ഇനിയും നിസ്കരിക്കാണ്ട്. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? അതാ അവിടെ വെച്ചോന്ന് സൂചിപ്പിച്ചു, അവിടെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് അതവിടെ വെച്ചു. അങ്ങനെ ഒരു പൂച്ച വന്നു. ആ ഹരീസ ഭക്ഷിക്കുകയാണ്. അങ്ങനെ പൂച്ച ആണ്ട് പോയപ്പോൾ ആയിഷ ബീവി വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അക്കലത് മിൻ ഹൈസു അക്കലത്തിൽ ഹിറ. എവിടെന്നാണോ പൂച്ച കഴിച്ചത് അവിടുന്ന് തന്നെ എടുത്തിട്ട് ബിസ്മിൻ ചൊല്ലി തിന്നു. പൂച്ച എവിടുന്നാണോ കഴിച്ചത് അവിടുന്ന് തന്നെ ബിസ്മിൻ ചൊല്ലി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഴിച്ചു. ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇന്നഹാ ലൈസത് ബിനജസിൻ. പൂച്ച ഒരിക്കലും എന്തല്ല, നജസല്ല. അത് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളാണ്. ഒരിക്കൽ പൂച്ച കുടിച്ച വെള്ളത്തിന്റെ ബാക്കി ആ വെള്ളം കൊണ്ട് റസൂൽ ഒളു എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉറപ്പിക്കാം അതെന്തല്ല, നജസല്ല. ഇതിപ്പോൾ പൂച്ച തിന്നോടത്ത് തന്നെ തിന്നണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ആയിഷ ബീവി അങ്ങനെ കാണിച്ചതും മുത്തറസൂൽ ഇതൊക്കെ പഠിപ്പിച്ചതും പൂച്ച നജസല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ചില ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും പൂച്ചനോടൊരു വെറുപ്പൈക്കാരം, ഒരു അറുപ്പുണ്ടാവും. ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പൂച്ചനെടുത്തിട്ട് ശരിക്കും ഉമ്മ കൊടുക്കുന്ന ആളുകളൊക്കെ അങ്ങനത്തെ ആളുകളുണ്ട്. ഇപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു പേരിട്ടാൻ കാരണം എന്താ? അബ്ദുറഹ്മാൻ എന്നാണ് ശരിക്ക് പേര്. ആദ്യം അബ്ദുഷംസ് ആയിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അബ്ദുഷംസ്, സൂര്യൻ്റെ അടിമ. മുത്തറസൂൽ പറഞ്ഞു, ആ പേര് നിങ്ങൾക്ക് വേണ്ട, അന്ത അബ്ദുറഹ്മാൻ, നിങ്ങൾ അബ്ദുറഹ്മാനാണ്. എന്നാലും അബ്ദുറഹ്മാൻ എന്ന പേരിലല്ല മഹാനായ അബൂ ഹുറൈറ തങ്ങൾ അറിയപ്പെടുന്നത്. പിന്നെ അബൂ ഹുറൈറ പൂച്ചകളുടെ വാപ്പ. എന്താ പൂച്ചകളുടെ ബാപ്പ എന്ന് പേര് കിട്ടാൻ കാരണം? ഭയങ്കര ഇഷ്ടമായിരുന്നു പൂച്ചയോട്. എപ്പോഴും പൂച്ചനെ കളിപ്പിക്കും. പൂച്ചനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചില ആളുകൾക്കുണ്ടാവാം. ചില ആളുകൾക്ക് ഭയങ്കര വെറുപ്പുമായിരിക്കും. ഏതായാലും സംഗതി നജസല്ല.
നിസ്കരിക്കവേ നമ്മളെ ശരീരത്തിൽ മടിയിലൊക്കെ ഒന്ന് കയറി ഇരുന്നു എന്ന് വെച്ചിട്ട് അതുകൊണ്ടും വിരോധം ഇല്ല. പക്ഷെ അതിൻ്റെ രോമം കൊഴിഞ്ഞു പോയാൽ അത് നജസായി പരിഗണിക്കുമെന്നാണ് മഹാന്മാരായ ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും അള്ളാഹു എല്ലാ കാര്യത്തിലും നീതി പുലർത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ പറയുന്ന കാര്യം, ഇങ്ങനെയുള്ള ജീവികളൊക്കെ വീട്ടിൽ വളർത്താം. ആടിനെ വീട്ടിൽ വളർത്തുന്നത് ബറക്കത്താണ്. ലോക ചരിത്രത്തിൽ ആടിനെ നോക്കാത്ത ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആടിനെ വളർത്താത്ത, ആടിനെ നോക്കാത്ത ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല. അത് ഒരു പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും ചെയ്തു, ഇത്തഖിദുൽ ഗനമ ഫഇന്ന ഫീഹാ ബറക. നിങ്ങളുടെ വീട്ടിൽ ആടിനെ വളർത്താൻ എല്ലാ തരത്തിലും അനുകൂല സാഹചര്യങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ ആടിനെ വളർത്തിക്കോളൂ. ഫഇന്ന ഫീഹാ ബറക, അതിൽ പ്രത്യേക ബറക്കത്തുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. ആടിനെ മേക്കാതെ ഒരു പ്രവാചകനെയും അല്ലാഹു അയച്ചിട്ടില്ല. ഉടനെ സഹാബികൾ ചോദിക്കുന്നുണ്ട്, നബിയെ നിങ്ങളും ആടിനെ മേഞ്ഞ് നടന്നിട്ടുണ്ടോ? ഉടനെ കാലനം കുന്തു അറാഹാ അലാ കരാറി താലി അഹ്ലി മക്ക. ഞാൻ മുമ്പൊക്കെ മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ആടിനെ മേഞ്ഞ് നടന്നിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കുട്ടിയായപ്പോൾ മുലയൂട്ടാൻ തന്നെ നബിയെ മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് കൊണ്ടുപോയില്ലേ? ആ ത്വായിഫിൽ നിന്ന് ഹലീമ ബീവിയുടെ മറ്റു മക്കളുടെ കൂടെ ചെറിയ പ്രായത്തിൽ തന്നെ ആടുമേക്കാൻ പോയിരുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആട് ബറക്കത്താൻ എന്നതുപോലെ കോഴിയും ബറക്കത്താൻ. ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മനുഷ്യർ താമസിക്കുന്ന വീട്ടിൽ ഏതെങ്കിലും ഒരു മറ്റ് ജീവികൾ ഏതെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ്. കോഴിയോ താറാവോ മുയലോ ഇങ്ങനെ ഏതെങ്കിലും പൂച്ചയോ മനുഷ്യർ താമസിക്കുന്ന വീട്ടിൽ മനുഷ്യനല്ലാത്ത ഏതെങ്കിലും ഒരു ജീവി ഉണ്ടാവുന്നത് നല്ലതാണ്. കോഴിയൊക്കെ ആണെങ്കിൽ വലിയ ബറക്കത്താണ്. കോഴിക്ക് വേണ്ടി ദ്വാരക്കും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അലാറല്ലാത്തൊരു കാലഘട്ടത്തിൽ ആരായിരുന്നു അലാറം? റസൂലുള്ളാഹിക്ക് സ്പെഷ്യൽ കോഴികളുണ്ടായിരുന്നു. ചില യാത്രയിൽ റസൂലുള്ള കോഴികളെ കൂടെ കൊണ്ടുപോയിരുന്നു. വെളുത്ത കോഴി, നല്ല വെളുത്ത പൂവൻ കോഴി മുത്തുനബിക്കുണ്ടായിരുന്നു. ചില യാത്രയിൽ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഈ കോഴിയെ കൊണ്ടുപോകും. കാരണം കുറേ യാത്ര ചെയ്ത് ക്ഷീണിച്ചുറങ്ങിയാൽ സുബഹിക്ക് ഉണർത്തുന്ന പണിയായിരിക്കാം. കോഴിക്കാൻ അന്ന് എന്തില്ല, മൊബൈലും അലാറും സംവിധാനം. അന്ന് ഈ പണിയെടുത്തത് കോഴിയാണ്. റഹ്മത്തിന്റെ മാലാകമാരെ കാണുമ്പോഴാണ് കോഴി കോവുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയട്ടെ, ഏത് ജീവിയാണെങ്കിലും ബാധ്യതകൾ ഒരുപാടുണ്ട്. ആ ജീവിയെ പ്രയാസപ്പെടുത്താൻ പാടില്ല. കൂട്ടിലാക്കി പക്ഷിയെ വളർത്തുന്നവർ ശ്രദ്ധിക്കണം, കോഴിയെ വളർത്തുന്നവർ ശ്രദ്ധിക്കണം, വീട്ടിൽ ആടുകളെയും പശുക്കളെയും വളർത്തുന്നവർ ശ്രദ്ധിക്കണം. അതിന് ഒരു നേരത്തെ ഭക്ഷണം നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ലഭിക്കാതിരുന്നാൽ ജല്ല ജലാലായ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. കോഴീനെ കൂട്ടിലാക്കി, നമുക്കൊരു സൽക്കാരുണ്ട്, കുറച്ച് ദൂരത്താ, നമ്മൾ ഇന്ന് പോയിട്ട് ഇനി നാളെ രാത്രിയോ മറ്റന്നാളോ ഒക്കെ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടൂറ് പോയതാണ്, നമ്മളെ വീട്ടിൽ കോഴിയുണ്ട്, ആ പാവങ്ങൾ പട്ടിണി കിടക്കുകയാണ്. പടച്ചോനെ അതിൻ്റെ കൊക്കലും കരയലും അത് നമുക്കെതിരെ ശാപായി മാറും. അള്ളാഹു കാക്കട്ടെ. വീട്ടിൽ പശുണ്ട്, പശുവിനെ നല്ലോണം നോക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ടൂറ് പോകുമ്പോഴും എവിടെയെങ്കിലൊക്കെ യാത്ര പോകുമ്പോഴും അതവിടെ കിടന്നങ്ങനെ കരയും. പിന്നെ ഒരു ദിവസം അതിന് പുല്ലുമില്ല വെള്ളമില്ല. ആ കരച്ചിലുണ്ടല്ലോ, അത് വെറൊരു കരച്ചിൽ അല്ല, അത് ശാപമാണ്, തനിച്ച ശാപം. കരുണ, അതിനോടൊക്കെ കരുണ കാണിച്ചാലേ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കും കുടുംബത്തിനും ലഭിക്കുകയുള്ളൂ. ശ്രദ്ധിക്കണം. റഹിമൂന ബിമൻ ഫിൽ അർളി യർഹമുഹും മൻ ഫിസ് സമായി കദാ അൻ സയ്യിദിർ റസൂലി ചൊല്ലി മൗലായ സല്ലി വസാ.
വറഹം ബി ഖൽബിക ഖൽഖല്ലാഹി വറഅഹും ബിഹി തനാലുർ റിളാ വൽ അഫ്വ അൻസലലി മൗലായ സല്ലി വസാ എല്ലാത്തിനോടും നിങ്ങൾ കരുണ കാണിക്കുമ്പോഴാണ് കാരുണ്യക്കടലായ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നത്. ഏത് ജീവിയാണെങ്കിലും അതിനോട് എന്ത് വേണം? കരുണ കാണിക്കണം. നല്ല അള്ളാഹിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടൂ. എന്തിനാണ് ഒരു പൂച്ചയുടെ കാരണത്താൽ നിസ്കരിക്കുന്നൊരു പെണ്ണ് നരകത്തിലെത്തി എന്ന് അള്ളാഹിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇമാം ബുഖാരിയുടെ ഹദീസാണ്, ഒരു പൂച്ചയുടെ കാരണത്താലാണ് ഒരു പെണ്ണ് നരകത്തിലെത്തിയത്. അവൾ കാനത്ത് തുസല്ലി, നിസ്കരിക്കുന്ന പെണ്ണായിരുന്നു. ഒരു ദിവസം പൂച്ച അങ്ങനെ വന്ന് ശല്യം ചെയ്തപ്പോൾ അവള് ആ പൂച്ചയെ അവിടെ കെട്ടിട്ടു. പിന്നെ എന്താ, അതിനെ വിടാൻ മറന്നുപോയി, അതിനെ വിട്ടില്ല. ആ പൂച്ച അങ്ങനെ ചത്തു. ലം തുതഇംഹ വലം തദഇഹ, അതിന് ഭക്ഷണം കൊടുത്തില്ല. എന്നാൽ എവിടുന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് കരുതി അതിനെ അയച്ചു വിട്ടോ? ആ ഒരു ക്രൂരത ചെയ്ത കാരണത്താൽ നിസ്കരിക്കുന്ന പെണ്ണൊക്കെ തന്നെയാ. പക്ഷെ അള്ളാഹ് ആ പെണ്ണിനോട് വെറുപ്പായി. അവളെ ഈമാൻ അള്ളാഹ് ഊരിയെടുത്തു. അവൾ കാഫിറായി ചത്തു, നേരെ നരകത്തിലെത്തി. എന്നാൽ വേശ്യയായ തെമ്മാടിച്ചിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ഒരു നായയോട് ഭയങ്കര കാരുണ്യം കാണിച്ച കാരണത്താൽ അള്ളാഹു അവൾക്ക് ഹിദായത്ത് കൊടുത്ത് അവളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. സുല്ല പറയുന്നുണ്ട്, ബുഖാരിയുടെ ഹദീസ, ഒരു വേശ്യയായ പെണ്ണിങ്ങനെ നടക്കാൻ. അപ്പോഴാണ് ദാഹിച്ചിട്ട് അവൾ പ്രയാസപ്പെട്ടു. അവളുടെ കാലിലുള്ള ഹുഫ അഴിച്ച് കിണറ്റിലേക്ക് അത് കെട്ടിത്താഴ്ത്തി വെള്ളം കോരിയെടുത്ത് നല്ലോണം അവൾ കുടിച്ചു. പിന്നീട് ആ ഹുഫ ധരിച്ചിട്ട് അങ്ങനെ പോകുമ്പോൾ കുറച്ച് അങ്ങെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഒരു നായ അങ്ങനെ മണ്ണ് നക്കുന്നുണ്ട് ദാഹിച്ചിട്ട്. അപ്പം ഇവൾ മനസ്സിലാക്കി, കുറച്ച് നേരത്തെ ഞാൻ ആ ദാഹിച്ചിട്ട് തൊണ്ട വരണ്ട് അനുഭവിച്ച വിഷമം എത്രയാണ്. ഈ മണ്ണ് ഈ നായ എങ്ങനെ നക്കണമെങ്കിൽ അതിനേക്കാൾ വലിയ വിഷമത് അനുഭവിക്കുന്നുണ്ടാവുമല്ലോ. അവൾ പിന്നെ ആ മരുഭൂമി കൂടാണ്ട് തിരിച്ചു പോയി ആ കിണറിൻ്റെ അടുത്ത് ചെന്ന് ഈ ഹുഫ അവിടെ കെട്ടിത്താഴ്ത്തി വെള്ളം കോരിക്കൊണ്ടുവന്നിട്ട് ഈ നായക്കാണ്ട് ഒഴിച്ചുകൊടുത്തു. ആർത്തിയോടെ നായ അത് നക്കി കുടിച്ചു. സംഗതി നായാണ്, പക്ഷെ അള്ളാൻ്റെ ഒരു സൃഷ്ടിയാണല്ലോ. ഈ പണി അള്ളാഹ്ക്കാണ്ട് ഇഷ്ടപ്പെട്ടു. ആ പെണ്ണിന് അള്ളാഹു ഹിദായത്തു നൽകി. അവൾക്ക് അള്ളാഹു ദീനിന്റെ നൂറിട്ട് കൊടുത്തു. അവൾ മുസ്ലിമായി. ആ ഒരു കർമ്മം കൊണ്ട് അവൾക്ക് സ്വർഗം ലഭിച്ചു എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നല്ലോണം നമ്മൾ വീട്ടിലുള്ള ഈ മീനുകളാണെങ്കിലും അല്ലേ, വീട്ടിൽ മീനിനെ വളർത്തുന്നവർ പലരും ഉണ്ട്. അതിൻ്റെതായൊരു ഭക്ഷണമുണ്ട്. അത് കണക്കനുസരിച്ച് കൊടുക്കണം, ശ്രദ്ധിക്കണം, അത് ബാധ്യതയാണ്. വീട്ടിൽ പലരും നല്ല നല്ല പക്ഷികളെ വളർത്താറുണ്ട്. ഹറാമാണെന്നൊന്നും പറയണ്ട. അതിനെ നിങ്ങൾ നന്നായി നോക്കുകയാണെങ്കിൽ അതിന് തെറ്റൊന്നും ഇല്ല. ഏത് ജീവിയാണെങ്കിലും അതിനോട് കാരുണ്യം കാണിക്കണം. ജീവികളോടുള്ള കാരുണ്യത്തിന് ഈ ശറഇൽ വലിയ പ്രാധാന്യമുണ്ട്. അതിന് അള്ളാൻ്റെ അടുത്ത് നമുക്ക് കൂലി കിട്ടും. വീട്ടിലുള്ള കോഴിക്കൊരു നേരത്തെ ഭക്ഷണം ഇട്ടെടുത്താൽ അതിന് എന്ത് കിട്ടും? അള്ളാൻ്റെ അടുത്ത് കൂലി കിട്ടും. വീട്ടിലുള്ള പൂച്ചക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്തതിന് അള്ളാൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിൻ്റെ സകല സൃഷ്ടികളോടും കരുണ കാണിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതേപ്രകാരം ജീവികളെ തീ കൊണ്ട് കരിച്ചു കളയാൻ പാടില്ല. ജീവികളെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്താൻ, അതൊക്കെ ക്രൂരതയാണ്. അതിൻ്റെ ശാപമേൽക്കും. ആ ശാപമേറ്റ് കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ എന്തെങ്കിലും ദുരന്തം നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി വിശദീകരിച്ചതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അതാണ് ഭൂമിയിൽ എല്ലാ വിധത്തിലുമുള്ള ജീവികളെ നാം വ്യാപിപ്പിച്ചു. ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴയെ നാം ഇറക്കി തന്നു. അതൊക്കെ എത്ര വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തീരൂല. ഇറക്കി തന്നു. എന്നിട്ടോ وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. എല്ലാ ഇണകളെയും ആ ഭൂമിയിൽ നിന്ന് നാം സൃഷ്ടിക്കുകയും മുളപ്പിക്കുകയും ചെയ്തു. മനുഷ്യന്മാരെ, നമ്മളെ കൂട്ടത്തിൽ മാത്രമല്ല ആണും പെണ്ണുള്ളത്. ആണോ?
ഇവിടെ ഇപ്പോൾ ഈ ഹോളിലിരിക്കുന്നൊക്കെ ആണുങ്ങൾ, പുറത്തിരിക്കുന്നൊക്കെ പെണ്ണുങ്ങൾ. ഈ കാണുന്ന മരങ്ങളിലുമുണ്ട് ആണും പെണ്ണും. ആണും പെണ്ണുമില്ലാതെ അല്ലാഹു തആല ഒന്നിനും പഠിച്ചിട്ടില്ല. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള്. യാസീനിലായിട്ടാണ് ഭൂമി മുളപ്പിക്കുന്നതൊക്കെയും അസ്വാജായിട്ടാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. നിങ്ങൾ അറിയാത്ത എന്തൊക്കെയുണ്ട് അതും എങ്ങനെയാണ്? ആണും പെണ്ണുമായിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഒന്നും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊക്കെ വിശദീകരിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളൊക്കെ കണ്ട് അല്ലാഹുവിലുള്ള വിശ്വാസം അടിയുറച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഈ ഖുർആൻ ഓതി വിശദീകരിക്കുന്ന ഈ ഒരു മജ്ലിസിന് അതിൻ്റെതായൊരു പ്രാധാന്യമുണ്ട്. റഹ്മത്തിൻ്റെ മാലാകമാർ അവരുടെ സാന്നിധ്യവും അവരുടെ ആ ഒരു സ്പർശനവും അവരുടെ മുസാഫഹത്തും അതിൻ്റെ ഫലമായി ഈമാൻ കൊണ്ട് നമ്മളെ കൽബ്, ഹിക്മത്ത് കൊണ്ട് നമ്മളെ കൽബ് നിറഞ്ഞു കിട്ടലുമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ദുനിയാവിൻ്റെ ചതികളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. പൈശാചിക ശർറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ.